ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടുത്തെ ഇന്ന് എന്താ ഉച്ചയ്ക്ക് ഉണ്ടാക്കട്ടെന്ന് ആലോചിച്ചപ്പോൾ ഞാനടുത്ത് ചേമ്പ് മേടിച്ചിരിപ്പുണ്ട്. അത് പുഴുങ്ങാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷേ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയുണ്ട്, ചേമ്പ് വെറുതെ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളുകളായി കേട്ടോ. അപ്പോൾ ഞാനടുത്ത് അതിൽ ഉണ്ടാക്കാമെന്ന്, നോയമ്പൊക്കെ അല്ലേ, അപ്പം പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കിത് ഹെൽപ്പ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ചേമ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് നമ്മളതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല, കുറച്ച് സമയം കൂടെ വേണം വേകാനായിട്ട്. ആ സമയത്ത് ഇതിന് വേണ്ടിയുള്ള അരപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളൂ. നമ്മൾ കറിക്കകത്ത് ഓൾറെഡി നേരത്തെ അത് വേവിക്കാൻ വെച്ചപ്പം പച്ചമുളക് ഇട്ടതാണല്ലോ. അപ്പോൾ ഇതിപ്പം അതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോഴത്തേനും ഉപ്പ് ഒരു ശകലം കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അവസാനം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡിയാണ്. ഇനി നമ്മളിതിന് കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. അപ്പം മീൻ കറിക്ക് വേണ്ടി ഞാനിവിടെ ഓൾറെഡി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയെ പൊട്ടിയിട്ട് പിന്നെ കടുകും പൊട്ടിക്കഴിയുമ്പം അതിനകത്തേക്ക് ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിയുമ്പം നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒരു ശകലം മല്ലിപ്പൊടിയുള്ളൂ കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം അതും ചേർത്ത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ ഈ കറിയുടെ ചാറിന് നല്ല ഒരു തിക്നെസ് വരും തക്കാളി ചേർക്കുമ്പോൾ, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പം നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഞാനിത് തുറന്ന് വെച്ച് ഇതിൻ്റെ ഒന്ന് വേവിക്കുന്നുണ്ട്. അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇത് നമ്മൾ അങ്ങ് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാണ്. ഇനി നമുക്കൊരു 2-3 മീൻ കഷ്ണം കൂടെ വറുത്തേക്കാം. അപ്പം മീൻ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിപ്പം വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറെടുക്കാം. നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മുടെ ചേമ്പ് കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത് മീൻ കറി ഇത് തോരനാണ്, ചെറുപയറുണ്ടല്ലോ അത് തോരനാണ്. പിന്നെ മീൻ കറിയും പിന്നെ കുറച്ച് അച്ചാറുണ്ട്. ഇപ്പോൾ ഈ ചേമ്പിൻ ഒക്കെ ഇങ്ങനത്തെ കറികൾക്കൊക്കെ കുറച്ച് ഒരു അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി നാൾ കൂടിയാണ് കേട്ടോ ഞാൻ ഈ കറി കൂട്ടുന്നത്. അത് നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.